Hey dear parents, welcome to another session of School of Parenting from ICAN Life School. നമുക്കിന്ന് നമ്മൾ പേരൻസിനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈല് പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാകാം നമ്മിൽ പലരും. അല്ലേ, എനിക്കെൻ്റെ കുട്ടിയെ വളർത്താൻ അറിയാം, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാകാം. അങ്ങനെയുള്ള പേരൻറ്റിങ് സ്റ്റൈലിലേക്ക് നമ്മൾ നോക്കിയാൽ അവരുടെ കുട്ടിയെ അനുസരണ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചിട്ട പഠിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും? മേ ബി അമിതമായി ഷൗട്ട് ചെയ്യലായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ അമിതമായി അവനെ പേടിപ്പിച്ച് നിർത്തലാവാം. എന്നാൽ ഈ ഒരു വേ ഓഫ് പേരൻറ്റിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഭാവിയിൽ നമ്മുടെ കുട്ടിയിൽ ഉണ്ടായേക്കാവുന്ന ചില ബിഹേവിയറൽ ചേഞ്ചസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് ഈ ഒരു വേ ഓഫ് പേരൻറ്റിങ്ങിൽ ജീവിച്ചു വരുന്ന ഒരു കുട്ടി അവൻ്റെ ബിഹേവിയറൽ പാറ്റേണിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവൻ വല്ലാണ്ട് ആങ്ഷ്യസ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളിലും വല്ലാണ്ട് ആങ്ഷ്യസ് ആയി ഒത്തിരി അധികം ഇപ്പം നമ്മൾ പറയുന്ന പോലെ ആങ്സൈറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 2, അവൻ ആളുകളിൽ നിന്നും വല്ലാണ്ട് അകന്നു നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ഒരാളെയും വിശ്വസിക്കുകയോ ഒരാളുമായും ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെയും വരുന്ന ഒരു കുട്ടിയായി മാറും. 3, അവൻ വല്ലാണ്ട് റിബലാകും. അത് ചെറുപ്പത്തിലെ തന്നെ റിബലായിരിക്കാം, എന്നാൽ വളരും തോറും ആ റിബൽ എന്നുള്ളത് എന്ത് ചെയ്യും? ഇവരിൽ അമിതമായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആർക്കും ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരും. ഈ 3 കാര്യങ്ങളാണ് ഈ വേ ഓഫ് പേരൻറ്റിങ്ങിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. സോ നമുക്ക് ഒന്നുകൂടി റീതിങ്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ബ്ലാങ്ക് പേപ്പർ ആകുന്ന നമ്മുടെ കുട്ടിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പേരൻറ്റിങ് സ്റ്റൈൽ എന്താണെന്ന് ഒന്ന് റീതിങ്ക് ചെയ്യാം. അതിലെന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. സോ താങ്ക് യു.